ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. എല്ലാവരും തന്നെ PSC പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇനി ധാരാളം പ്രധാനപ്പെട്ട എക്സാമുകൾ വരുന്നുണ്ട്. അതിലൊന്നാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. അപ്പോൾ നല്ലൊരു പോസ്റ്റാണത്. അതിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട ചില തെറ്റുകളുണ്ട്, അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതൊക്കെ ഒഴിവാക്കി ഇപ്പോഴേ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ സ്വപ്നം കാണുന്ന ജോലിയിലേക്ക് എത്താൻ സാധിക്കൂ. അപ്പോൾ ആ തെറ്റുകൾ എന്തൊക്കെയാണ്, അവ എങ്ങനെ പരിഹരിക്കണം എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ തെറ്റാണെന്ത്? സിലബസ് നോക്കാതെ പഠനം തുടങ്ങുക. ചിലരെങ്കിലും എങ്ങനെയാണ്, സിലബസിനെ പറ്റിയിട്ട് വ്യക്തമായ ധാരണയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകരുത്. സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് അതിനെ പറ്റിയിട്ട് നമ്മൾ ആദ്യം ഒരു ധാരണ ഉണ്ടാക്കണം. നമുക്ക് അറിയില്ലാത്ത ഏരിയകൾ ഏതൊക്കെയാണ്, നമുക്ക് അറിയാവുന്നവ ഏതൊക്കെയാണ്. അപ്പോൾ നമുക്ക് അറിയില്ലാത്ത ഏരിയകൾ മനസ്സിലാക്കിയാൽ ആ ഭാഗത്തിന് വേണ്ടിയിട്ട് നല്ല സമയം കൊടുത്ത് നമ്മൾ പഠിക്കുക. നമ്മൾ പഠിച്ച ഭാഗങ്ങൾ സിലബസിൽ അടയാളപ്പെടുത്തി തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു കാര്യമാണ് ഗൈഡ് ബുക്കുകൾ മാത്രം ഉപയോഗിക്കുക. അതായത് നമ്മളൊരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം എന്താണ്, ഒരു റാങ്ക് ഫയൽ മേടിച്ച് വെച്ചിട്ട് നമ്മൾ പഠനം തുടങ്ങും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച്, പരീക്ഷയുടെ മാറിയ സാഹചര്യത്തിൽ ഒരു റാങ്ക് ഫയലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാവരുത് നമ്മുടെ പഠനം. അതായത് നമ്മൾ എന്ത് ചെയ്യണം, SCERTയും NCERT ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉൾപ്പെടുത്തി തന്നെ നല്ല രീതിയിൽ വിശദമായിട്ട് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ കറണ്ട് അഫയേഴ്സിനൊക്കെ നല്ല പ്രാധാന്യമുണ്ട്. അതുപോലത്തെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുകയും അതുപോലെ പത്രങ്ങൾ, അതിൽ നിന്നൊക്കെ ഉള്ള കറണ്ട് അഫയേഴ്സൊക്കെ നോട്ട് ചെയ്ത് തന്നെ വേണം നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ. മറ്റൊരു തെറ്റാണ് പഴയ ചോദ്യങ്ങൾ പഠിക്കാതെ പോകൽ. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് കേരള PSCയിൽ നല്ല പ്രാധാന്യമുണ്ട്. അപ്പം നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് തന്നെ നമ്മൾ പഠിച്ചു പോവുക. അപ്പം നമുക്ക് പരീക്ഷയുടെ ഒരു പാറ്റേണും എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ കിട്ടും. അപ്പോൾ ഓർക്കുക, PYQന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ചെയ്ത് തന്നെ വർക്കൗട്ട് ചെയ്ത് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. മറ്റൊരു കാര്യമാണ് കറണ്ട് അഫയേഴ്സ് ഒഴിവാക്കുക. ചിലരെങ്കിലും കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ നല്ല മടിയായിരിക്കും. പക്ഷേ എന്ത് ചെയ്യണം, നമ്മൾ കറണ്ട് അഫയേഴ്സിന് നല്ല പ്രാധാന്യം കൊടുക്കണം. ഇപ്പോൾ വരുന്ന മിക്ക പരീക്ഷകളിലും കറണ്ട് അഫയേഴ്സിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. നല്ല മാർക്ക് അവിടെ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് പഠിച്ച് തന്നെ പോവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പരീക്ഷയുടെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ എഴുതി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഓർക്കുക, കറണ്ട് അഫയേഴ്സിന് നല്ല പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. മറ്റൊരു കാര്യമാണ് പ്ലാൻ ഇല്ലാതെ പഠിക്കുക. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിനും എന്ത് വേണം, ഒരു പ്ലാനിങ് ഉണ്ടാവണം അല്ലേ. നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, അതിനെപ്പറ്റിയിട്ടൊക്കെ നമുക്കൊരു ധാരണ വേണം. അതുപോലെയാണ് പരീക്ഷയുടെ കാര്യങ്ങളും. നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ടാവണം. ഇന്ന ദിവസം ഞാൻ ഇത്ര ഭാഗങ്ങൾ പഠിക്കും, ഇന്ന വിഷയങ്ങൾക്ക് ഞാൻ പ്രാധാന്യം കൊടുത്ത് പഠിക്കും. അങ്ങനെ നമ്മൾ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെ വേണം എന്ത് ചെയ്യാൻ, പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ. പിന്നെ നമ്മൾ വരുത്തുന്ന മറ്റൊരു തെറ്റാണെന്ത്, മോക്ക് ടെസ്റ്റുകൾ എഴുതാതെ പോകൽ. മോക്ക് ടെസ്റ്റുകൾക്ക് നല്ല പ്രാധാന്യമുണ്ട്. മോക്ക് ടെസ്റ്റുകൾ എഴുതിയാൽ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കുറേ പഠിച്ചു, പക്ഷേ നമ്മൾ ടെസ്റ്റുകളൊന്നും എഴുതിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മൾ പരീക്ഷ ആ ഒരു ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ പരീക്ഷ എഴുതി ശീലിക്കുക. നമ്മൾ 1 മണിക്കൂറിനുള്ളിൽ പരീക്ഷ എഴുതണം. അങ്ങനെ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. അതായത് നമ്മൾ 1 മണിക്കൂറിനുള്ളിൽ ഞാൻ പരീക്ഷ കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അത് നമ്മളെ എക്സാം ഹാളിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു തെറ്റാണ് OMR ഷീറ്റ് ശരിയായി പൂരിപ്പിക്കാതെ പോകൽ. നമ്മൾ പരീക്ഷാ ഹാളിൽ വെച്ചിട്ട് നമുക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് നമ്മൾ മാറിക്കറുപ്പിക്കലൊക്കെ അല്ലേ. അത് നമ്മൾ ശ്രദ്ധയോടുകൂടി സമയമെടുത്ത് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് കഴിവതും OMR ഷീറ്റിൽ തന്നെ എഴുതി പരിശീലിക്കാൻ ശ്രമിക്കുക. ഈ തൊഴിൽ വാർത്തയുടെയൊക്കെ കൂടെ അങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങളുടെ കൂടെയൊക്കെ OMR ഷീറ്റിൻ്റെ ഒരു ചെറിയ പേപ്പർ കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുത്ത് വെച്ച് തന്നെ അതിൽ പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്ത് ശീലിക്കുക. മറ്റൊരു കാര്യമാണ് ഗ്രാമഭരണ വിഷയങ്ങൾ പഠിക്കാതെ പോകൽ. ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് പോലുള്ള പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ഉണ്ടെങ്കിൽ അതിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഏത് പരീക്ഷയ്ക്കാണോ സ്പെഷ്യൽ ടോപ്പിക്കുകൾ പറഞ്ഞിട്ടുള്ളത്, സ്പെഷ്യൽ ടോപ്പിക്കിന് നല്ല പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക.
അപ്പോൾ അങ്ങനെ പഠിച്ചാൽ നമുക്ക് ആ ഏരിയ എന്നുള്ള മാർക്കും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. ഇത് എനിക്കറിയില്ലാത്ത ഏരിയ ആണ് എന്ന് പറഞ്ഞ് വിട്ടുകളയരുത്. ചിലപ്പോൾ അത് നമുക്ക് എളുപ്പമുള്ള ഭാഗങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ അതിനും നല്ല പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. മറ്റൊരു തെറ്റാണ് എന്ത്? മനസ്സിലാകാതെ മുറിഞ്ഞു പഠിക്കൽ. അതായത് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഉള്ള പഠനമാണ്. അതായത് എനിക്ക് ഏത് ഭാഗങ്ങൾ അറിയാം, എനിക്ക് അറിയില്ലാത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാൽക്കുലേഷനോട് കൂടി വേണം നമ്മൾ പഠിക്കാൻ. അങ്ങനെ അറിയാതെ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എളുപ്പമുള്ള ഒരു വിഷയത്തിന് നമ്മൾ കുറേ സമയം കൊടുക്കുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. മറിച്ച് നമുക്ക് അറിയില്ലാത്ത ഏരിയ ഏതാണോ ആ ഭാഗം കണ്ടെത്തി അതിന് നമ്മൾ നല്ല സമയം കൊടുത്ത് തന്നെ പഠിക്കുക. അതുപോലെ മലയാളം, മാത്സ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളൊക്കെ ഡെയിലി തന്നെ വർക്കൗട്ട് ചെയ്ത് തന്നെ പോവുക. കഴിവതും PYQs ചെയ്ത് ശീലിക്കുക. മലയാളത്തിലെ വൊക്കാബുലറി, അതുപോലെ ഇംഗ്ലീഷിലെ വൊക്കാബുലറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പരിശീലിക്കുക. അതുപോലെ മാത്സും ഡെയിലി വർക്കൗട്ട് ചെയ്ത് തന്നെ പോകണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ആ ഏരിയ എന്നൊക്കെ ഉള്ള മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു കാര്യമാണ് ആത്മവിശ്വാസക്കുറവും സമ്മർദ്ദവും. അതായത് പരീക്ഷ എഴുതുന്ന ആൾക്കാർ പല സാഹചര്യങ്ങളിലുള്ളവരായിരിക്കും. ജോലി ചെയ്ത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും, വീട്ടമ്മമാരുണ്ടാവും, പഠിക്കുന്നവരുണ്ടാവും, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പം നമ്മുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ പോലെ തന്നെ നമ്മുടെ സമ്മർദ്ദങ്ങളും എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. നമുക്ക് നമ്മുടേതായ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ എന്ത് ചെയ്യുക? നമുക്കൊരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ എന്തായാലും എത്തിച്ചേരും. അപ്പോൾ നമ്മുടെ ആത്മവിശ്വാസം നമ്മൾ വർദ്ധിപ്പിക്കുക. അതിന് നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക എന്നതുള്ളതാണ് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കാനുള്ള നല്ലൊരു കാര്യം. അത് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ വൃത്തിയായിട്ട് ചെയ്താൽ തന്നെ നമുക്ക് ആ പരീക്ഷ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും? പെർഫോം ചെയ്യാൻ സാധിക്കും. നമ്മൾ നല്ല രീതിയിൽ പരീക്ഷ എഴുതിയാൽ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് നല്ലൊരു നമ്മുടെ ലിസ്റ്റിൽ വരാനും നമുക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടാനും അത് സഹായിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ പഠിക്കുക. സമ്മർദ്ദങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അതൊക്കെ ഒരു സൈഡിട്ടൊന്ന് മാറ്റി വയ്ക്കുക. നമ്മുടെ പരീക്ഷ കഴിയുന്നത് വരെ ചില പ്രശ്നങ്ങൾ നമുക്ക് നീക്കി വയ്ക്കാൻ സാധിക്കില്ല. എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ച് മുന്നോട്ട് തന്നെ പോവുക. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേരണം. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രാധാന്യം കൊടുക്കേണ്ടത്. മറ്റു പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ലക്ഷ്യത്തിനായിരിക്കണം. അപ്പം നല്ല രീതിയിൽ പഠിക്കുക. ഇപ്പോൾ പഠിച്ച് തുടങ്ങുന്ന ആൾക്കാരും തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരും എന്ത് ചെയ്യുക? ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. നമ്മൾ ഈ വരുത്താറുള്ള തെറ്റുകളൊക്കെ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോവുക. നല്ല രീതിയിൽ പരീക്ഷകളൊക്കെ പ്രിപ്പയർ ചെയ്യാനും പെർഫോം ചെയ്യാനും സാധിക്കട്ടെ. ആഗ്രഹിച്ച ജോലിയെല്ലാം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.